ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയൂ? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷേ നിങ്ങൾക്ക് എന്നും ഓർമ്മ വരുന്ന ഒരാള്, അതുപോലെ തന്നെ കാണാൻ ആഗ്രഹമുള്ള ഒരാള്, അതാരാ? അങ്ങനെ ഒരാള് എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടാവും. എല്ലാന്ന് വെച്ചാൽ ഒരു 90% ഭർത്താക്കന്മാർക്കും ഉണ്ടാവും. അത് വേറെ ആരുമല്ല, ഈ കല്യാണം ഉണ്ടാക്കിയ ബ്രോക്കറയാ. അവനെ ഒരു വട്ടം കാണും ഞാൻ, പിന്നെ അവനാരും കാണില്ല. ആരീ പേടിപ്പിക്കാൻ നോക്കണ്? നോക്ക് ഷെജീനിയ, നിങ്ങൾ വല്ലാണ്ട് കളിച്ചാണ്ടല്ലോ. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എന്റെ വീട്ടിക്കാ പോവും. വഴക്ക് കൂടുന്ന സമയത്തെങ്കിലും സന്തോഷം തരുന്ന കാര്യങ്ങൾ പറയാതിരിക്കും. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് വല്ല പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാ? ഇപ്പോഴോ? ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. എന്നാ നിങ്ങൾ എന്റെ തലത്തോട്ടൊന്ന് സത്യം ചെയ്തേ. എന്തിന്? നിങ്ങൾ ചെയ്യേ. അതിന്റെ ആവശ്യം എന്താ ഇപ്പോ? നിങ്ങൾ നോണേ പറയണെന്നുണ്ടെങ്കിലേ തല പൊട്ടി തെറിക്കും. അതൊക്കെ അന്ധവിശ്വാസം ഷെജിയെ. അന്ധവിശ്വാസം ഒന്നല്ല, നിങ്ങൾ ചെയ്യ്. സത്യം അങ്ങനെയൊന്നുമില്ല. ഇപ്പഴെനിക്ക് സമാധാനായേ. അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കണു? ഞാൻ പറഞ്ഞില്ലേ അന്ധവിശ്വാസം. അതെന്താ? നിന്റെ തലയൊന്നും പൊട്ടി തെറിച്ചില്ലല്ലോ. ശരിയാണല്ലോ. അതെ, വാലന്റൈൻസ് ഡേ വരുന്നേ. അതിനെന്ത്? നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും മേടിച്ചു തരുന്നില്ലേ? ഏറ്റവും മിന്നാട് പൊക്കാടുന്നു. നിങ്ങൾ ഒട്ടും റൊമാൻറ്റിക് അല്ലാട്ടാ. ആണ്ട. നിങ്ങളേ ആ ഷാരൂഖ് ഖാന്റെ സിനിമയ്ക്ക് ഒന്ന് കാണും. അതിലാളുടെ റൊമാൻസ് ഒക്കെ ഒന്ന് കണ്ടുപഠിക്കും. കൈ നിറച്ച് കാശും കണ്ടവന്റെ ഭാര്യമാരും തന്നു കഴിഞ്ഞാൽ അവനേക്കാൾ നന്നായിട്ട് റൊമാൻസ് ഞാൻ ചെയ്യും.